സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാഷിങ്ടണിൽ വെച്ച് കാണുകയാണ്. അവരുടെ സംസാരത്തിൽ പ്രധാനമായും വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഗാസ വെടിനിർത്തൽ രണ്ടാം സ്റ്റേജ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളതും, ഗാസയിലെ അഡ്മിനിസ്ട്രേഷൻ, ഇനി ഗാസയിലെ ഭരണം ഏതു തരത്തിലായിരിക്കും എന്നുള്ളതും, ഗാസ നിവാസികൾ ഗാസ വിട്ട് പോകണം എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനവും, ഇറാനെ ഏതു തരത്തിലാണ് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വരിക എന്നുള്ളതും ആയിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് വിമാനത്താവളത്തിൽ വെച്ച് ടെൽ-അവീവിൽ വെച്ച് ബെഞ്ചമിൻ നെതന്യാഹു പത്രക്കാരുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പത്രക്കാരുമായി സംസാരിച്ചതിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ പത്രങ്ങളും, എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: Our decisions and the courage of our soldiers have redrawn the map. And I believe that working closely with President Trump, we can redraw it even further and for the better. എന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയുടെ മാപ്പ് മാറ്റിവരയ്ക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞത്. പശ്ചിമേഷ്യയുടെ മാപ്പ് മാറ്റിവരയ്ക്കും. അദ്ദേഹം പറഞ്ഞത് ഓൾറെഡി തന്നെ അത് കുറച്ച് മാറ്റി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പ്ലാനിങ് വഴിയും അവരുടെ സോൾജിയേഴ്സിൻ്റെ ധീരത കൊണ്ടും പശ്ചിമേഷ്യയുടെ പ്ലാന് അല്ലെങ്കിൽ പശ്ചിമേഷ്യയുടെ ഗ്രാഫ്, മാപ്പ് ഓൾറെഡി മാറ്റി വരയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ഒക്ടോബർ 7, 2023 ഭീകരവാദികളുടെ ഇസ്രായേൽ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്നുണ്ടായ യുദ്ധത്തിൻ്റെ ഭാഗമായി പല ഭാഗത്തു നിന്ന് ഭീകരവാദികൾ ഇസ്രായേലിനെ ആക്രമിക്കുകയുണ്ടായി. ലബനോണിൽ നിന്നുള്ള ആക്രമണമുണ്ടായി, സിറിയയിൽ നിന്ന് ആക്രമണമുണ്ടായി, കൂടാതെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആക്രമണമുണ്ടായി. അപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായ ആക്രമണത്തെ എതിർത്ത് ഒരുവിധം നിയന്ത്രണത്തിലാക്കിയതിന് ശേഷം അവർ പിന്നീട് സിറിയയെ, ലെബനോണെ ആക്രമിക്കുകയുണ്ടായി. ലെബനോണിനെ ആക്രമിച്ചതിൻ്റെ ഭാഗമായി ലിതാനിയ റിവറിൻ്റെ ഇപ്പുറത്തേക്കുള്ള ഭൂപ്രദേശം ഇസ്രായേൽ കൈയടക്കി വെച്ചിട്ടുണ്ട്. അത് ഏകദേശം 800 സ്ക്വയർ കിലോമീറ്റർ വരും. 800 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ആകെയുള്ള ലെബനോണിൻ്റെ 10-1 ആകെയുള്ള ലെബനോണിൻ്റെ 10-1 ഇപ്പോൾ ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. 2, സിറിയയുമായി പിന്നീട് സിറിയയിലേക്ക് ഇസ്രായേൽ പട്ടാളം കടന്നു കയറുകയും ഗോലാൻ കുന്നുകൾ വരെയുള്ള ഒരു വലിയ പ്രദേശം, ഏകദേശം 1500ഓളം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓൾറെഡി ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അത് 1967 യുദ്ധത്തിൽ ഇസ്രായേൽ കൈയടക്കി വെച്ചതും പിന്നീട് അത് ഇസ്രായേലിൻ്റെ പ്രദേശമാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. UN അത് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്രായേൽ അത് ഇസ്രായേലിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും അതിന് പർപ്പിൾ ലൈൻ എന്ന് പറയുന്ന ഒരു അതിർത്തിയാണ് അതിനുള്ളത്. അതിന് പുറത്തേക്ക് ഇസ്രായേൽ വീണ്ടും കടന്നു കയറി ഹെർമോൺ പർവ്വതനിരകളുടെ ഭാഗത്തേക്ക് എത്തുകയും ഏകദേശം 400 സ്ക്വയർ കിലോമീറ്റർ ഏരിയ കൂടി അഡീഷണൽ ആയിട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതിനെയായിരിക്കാം ഇദ്ദേഹം ഈ ഓൾറെഡി റീഡ്രോൺ ദ മാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി ഇദ്ദേഹം പറയുന്ന അടുത്ത സെൻറ്റൻസ് ഇതാണ്: ആൻഡ് ഐ ബിലീവ് ദാറ്റ് വർക്കിംഗ് ക്ലോസ്ലി വിത്ത് പ്രസിഡന്റ് ട്രംപ് വി ക്യാൻ റീഡ്രോ ഇറ്റ് ഈവൻ ഫർദർ ആൻഡ് ഫോർ ദ ബെറ്റർ. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിച്ചത് വെസ്റ്റ് ബാങ്കും ഗാസയും ഈ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നാണെന്നാണ് മാധ്യമങ്ങൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും അറബ് നേഷൻസിൻ്റെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവിടെ പിന്നെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്ന് ഈ ഗാസയുടെ ഭാവി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നലെ ശരിക്കും ഈ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം ഘട്ട ടോക്ക് തുടങ്ങേണ്ടത് ഇന്നലെ ആയിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. ആരൊക്കെയാണ് ഇനിയുള്ള നെഗോസിയേഷൻ ടീമിലെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഖത്തർ പ്രധാനമന്ത്രി ജസിം അൽ താനി അദ്ദേഹം ഈ ഒരു ഏതാണ് നെഗോസിയേഷൻ ടീമെന്ന് ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ്. തീർച്ചയായിട്ടും ഇത് നെഗോസിയേഷൻ്റെ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു വയലേഷനാണ്, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വയലേഷനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഒരു വയലേഷൻ? നമ്മൾ ആദ്യം മുതലേ പറയേണ്ട ഈ ട്രൂസ് ഏത് സമയത്തും പൊളിയാൻ സാധ്യതയുണ്ട്. കാരണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ അത്രത്തോളം പ്രകോപനപരമാണ്. ഇസ്രായേലിൻ്റെ ഈ ഹമാസുമായുള്ള യുദ്ധം തുടങ്ങുമ്പോൾ തന്നെയുള്ള അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസ് ഇനി ഗാസയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ വെടിനിർത്തലിന് ശേഷം അവിടെ UN ഫോഴ്സുകൾ അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും ഈ പറയുന്ന ബന്ദികളെ എക്സ്ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ പാലസ്തീനികളുടെ ഗാസയിലേക്കുള്ള പ്രവേശനവും ഒക്കെ
UN-ന്റെ മേൽനോട്ടത്തിലായിരിക്കും എന്നാണ് ഉണ്ടായിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്. UN-ന്റെ അവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ ഫോഴ്സ് ഞാൻ വേറൊരു വീഡിയോ പറയുണ്ടായ 13,000-ലധികം വോളണ്ടിയേഴ്സ് UN വോളണ്ടിയേഴ്സ് അവിടെ ഉണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് ഹമാസ് ഭീകരരും അവിടെയുള്ള പലസ്തീൻ ജിഹാദിൻ്റെ ഭീകരരും ഒന്നിച്ചുകൂടി മൊത്തം നിയന്ത്രണം ഏറ്റെടുക്കുകയും ഈ കാര്യങ്ങൾ മുഴുവൻ അവരുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അപ്പോൾ ടെററിസ്റ്റുകളാണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നത്. ഇസ്രായേലിനല്ല, UN ഫോഴ്സിനാണ് കൈമാറ്റം, റെഡ് ക്രോസിനാണ് കൈമാറ്റം ചെയ്യുന്നത്. അപ്പോൾ റെഡ് ക്രോസിന് കൈമാറ്റം ചെയ്യുന്നതിൻ്റെ വരെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഹമാസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗാസയുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഹമാസിൻ്റെ അടുത്ത വട്ടം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇനി ഗാസയിൽ എന്തായാലും ഇസ്രായേൽ അനുവദിക്കാനാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ലെവൽ ടോക്കിനുള്ള ആളുകളെ തീരുമാനിക്കാത്തതും. ഇത് ട്രംപുമായുള്ള ഡിസ്കഷന് ശേഷം മാത്രം ഇതിലേക്ക് ഇസ്രായേൽ നീങ്ങുകയും ചെയ്യുകയുള്ളൂ എന്നുള്ള മാധ്യമ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. കാരണം നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു സാധനമൊന്നുമല്ല. ഇത് ഈ ലോകം മുഴുവൻ ഇസ്ലാമിക ഭീകരതയ്ക്ക് വേര് വിതച്ചത്, അല്ലെങ്കിൽ അതിന് ഏറ്റവും അധികം വളമായി പ്രവർത്തിച്ച പാലസ്തീൻ പ്രശ്നമാണ്. 1963 PLO, യാസർ അറാഫത്ത് PLO, അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നു. പിന്നീട് അത് മയപ്പെട്ടതാണ്. PLO ഫോം ചെയ്തതിന് ശേഷമാണ് അൽ-ഖ്വയ്ദ ആവട്ടെ ISIS ആവട്ടെ ഒക്കെ രൂപപ്പെട്ടു വന്നത്. ഇതിനൊക്കെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലതും പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ സീഡ് എന്ന് പറയുന്നത് ഈ പാലസ്തീൻ ഇഷ്യൂ ആയിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാലസ്തീൻ പ്രദേശത്ത് ഒരിക്കൽ പോലും അൽ-ഖ്വയ്ദയോ ISISO ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് അവരത് ഓപ്പറേറ്റ് ചെയ്തില്ല? അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൃത്യമായ, അല്ലെങ്കിൽ അവരുടെ ഒന്നാമത്തെ ആവശ്യം ഇതാണ്, ജ്യൂസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഒരിക്കലും അൽ-ഖ്വയ്ദയും ISIS ഒന്നും ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ഈ ഹമാസ് അത് തന്നെയാണ്. ഹമാസ് എന്ന് പറയുന്ന ISISും അൽ-ഖ്വയ്ദയും ഒക്കെ ചേർന്ന സാധനമാണ്. ഈ എല്ലാ ഭീകര സംഘടനയുടെയും മറ്റൊരു രൂപമാണ് ഹമാസ് എന്ന് പറയുന്നത്. ഹമാസ് ഇസ് ISIS ഓർ അൽ-ഖ്വയ്ദ. ഇറ്റ് ഇസ് നത്തിങ് മോർ ദാൻ ദാറ്റ്, അല്ലെങ്കിൽ നത്തിങ് ലെസ് ദാൻ ദാറ്റ്. അപ്പോൾ ഈ സാധനത്തിനെ ഇവിടെ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇവർക്ക് ഇസ്രായേലിന് മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ ഈ പാലസ്തീനികളുടെ വെൽഫെയർ ആയിരുന്നു ഉദ്ദേശമെങ്കിൽ, ഇവിടെ സമാധാനം സ്ഥാപിക്കുകയായിരുന്നു ഉദ്ദേശമെങ്കിൽ, ഹമാസോ നിശ്ചയമായും ഇതിൽ നിന്ന് പിൻവാങ്ങി നിന്നുകൊണ്ട് UN ഫോഴ്സുകളെ ഇതിനകത്ത് ഇടപെടാൻ അനുവദിക്കുകയും സമാധാനപരമായി പാലസ്തീനികളെ ഇവിടേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ ചെയ്യാതെ അവരുടെ ബാക്കി പ്രധാനപ്പെട്ട ഫോഴ്സുകളൊക്കെ തകർത്ത് കളഞ്ഞു, നേതാക്കന്മാരൊക്കെ കൊന്നു കളഞ്ഞു. ഇനിയുള്ള ബാക്കിയുള്ള ഭീകരപ്രവർത്തകർ പെട്ടെന്ന് ചാടി പുറത്തു വരികയും അവർ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുക വഴി ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതില്ല. ഞങ്ങളാണ് ഇവിടെ നിയന്ത്രിക്കാൻ പോകുന്നത്, ഇവിടുത്തെ സമാധാനമല്ല വിഷയം, ഞങ്ങൾക്ക് ഇവിടെ ഭരിക്കണം, ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള നെഗോസിയേഷൻ ടീമിനെ പ്രഖ്യാപിക്കാത്തതിനെ പറ്റി അമേരിക്കയോ ഈജിപ്തോ ഒന്നും ഒരക്ഷരം പോലും മിണ്ടാത്തത്. കാരണം അവർക്കറിയാം, അവർ വെച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് ഹമാസ് ഒരിക്കലും ഇവിടെ ഭരണത്തിലേക്ക് വരികയില്ല എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഇവർ ചാടിക്കയറി നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി ഈ പറഞ്ഞ നെഗോസിയേഷൻസ് മുഴുവൻ, വെടിനിർത്തൽ എന്ന് പറയുന്നതിൻ്റെ കണ്ടീഷൻസ് അപ്സെറ്റ് ആവുകയാണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് പാലസ്തീനികൾ ആ പ്രദേശത്ത് ഒഴിഞ്ഞു പോവുകയാണ് നല്ലത്. കാരണം പാലസ്തീനികൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ ഈ ഇത്തിൽക്കണ്ണികളെ പോലെ അതിൻ്റെ ചോര കുടിച്ചുകൊണ്ട് ഈ ഹമാസ് ഭീകരരും അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിക്കണ്ടേ, നമ്മുടെ വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ ആ ഒരു കോളനിയിലെ ചുറ്റിപ്പറ്റി അവിടുത്തെ കോളനി നിവാസികളുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഗുണ്ടാ സംഘം, അതുപോലത്തെ ഒരു സംഘമാണിത്. ഇവിടെ നിന്ന് പാലസ്തീനികളുടെ ഈ ചോര കുടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഹമാസ് എന്ന സാധനത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. അവർ ഇവരുടെ ചോര കുടിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവരുടെ ചോര കുടിച്ച് ജീവിക്കേണ്ട എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കരുത്, വേറെ അവർക്ക് സ്ഥലമില്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ ഇവരുടെ ചോര കുടിച്ച് ജീവിക്കണം. അവർ സാധാരണ പൗരന്മാരായിട്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവരെ അടിമകളാക്കി വെച്ചുകൊണ്ട്, ഈ പ്രദേശത്തുള്ള മനുഷ്യരെ അടിമകളാക്കി വെച്ചുകൊണ്ട്, പാലസ്തീനികളെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരെ ഭരിച്ച് അവരിൽ നിന്ന് വരുമാനം കണ്ടെത്തി ജീവിക്കുവാനാണ് അവർ താല്പര്യപ്പെടുന്നതും അവർ ഉദ്ദേശിച്ചിട്ടുള്ളതും അവരുടെ ആത്യന്തിക ലക്ഷ്യവും അത് തന്നെയാണ്. അപ്പോൾ ആ ഭീകരപ്രവർത്തനം അവിടെ നടപ്പാക്കുകയും ഈ ജ്യൂസിൻ്റെ എലിമിനേഷൻ ഉറപ്പാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഹമാസിനെ അയൽപ്പക്കത്ത് വെച്ചുകൊണ്ട് ഇസ്രായേലിന് ഒരു തരത്തിലും സമാധാനമായിട്ട് വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റില്ല. ഒരു ട്രോമയാണ്, ഫിയർ ട്രോമയാണ്. ഉറങ്ങിക്കിടന്ന ആളുകളെ അതിർത്തി ഭേദിച്ച് അകത്ത് കിടന്ന് എടുത്തുകൊണ്ടുപോയി, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും വഴിയിലിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്യുകയും അതുപോലത്തെ ഭീകര പ്രവർത്തികൾ ചെയ്യുകയും ചെയ്ത ആ ട്രോമ, അത് ഓരോ ഇസ്രായേൽക്കാരൻ്റെയും ഉള്ളിൽ വലിയ ഭയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് സമാധാനമായി ഉറങ്ങണമെങ്കിൽ ഈ ഭീകര പ്രവർത്തകർ അവിടുന്ന് മാറിയേ പറ്റും.
ഭീകരപ്രവർത്തകർ അവർ ജനത്തെ വിട്ട് അവർ മാറില്ല. കാരണം ജനത്തെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ജനം അവിടെ മാറണം എന്നുള്ള ഒരു സൊല്യൂഷനിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്നത്. ഇത് അത്യാവശ്യം ബോധമുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ എതിർപ്പൊന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് വരുന്നില്ല. അപ്പം അതിനിടയിലൂടെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ ആൻറ്റി ടെററിസ്റ്റ് ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അവർ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 50 ടെററിസ്റ്റുകളെ, ആയുധധാരികളായ ടെററിസ്റ്റുകളെ വധിച്ചു എന്നാണ് ഇന്ന് ഔദ്യോഗികമായിട്ട് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 110 ടെററിസ്റ്റുകളെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനത്തിനിടയിലൂടെ നിരപരാധികളായ കുറച്ച് ആളുകൾക്കും ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു അടുത്ത സെറ്റ് ഓഫ് നെഗോസിയേഷൻ ടീമിനെ പ്രഖ്യാപിക്കുന്നത് ട്രംപുമായിട്ടുള്ള ഈ ഡിസ്കഷന് ശേഷം മാത്രമാണ്. അപ്പോൾ 42 ദിവസമാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ട്രൂസ് പറഞ്ഞിട്ടുള്ളത്. ആ 42 ദിവസം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് മാർച്ച് 1-നാണ്. ജനുവരി 19-നാണ് ഈ ട്രൂസ് ആരംഭിച്ചത്. മാർച്ച് 1-ന് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തീരും. അപ്പം കരാറനുസരിച്ച് 16-ാമത്തെ ദിവസം സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ടോക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നു. അത് ഇന്നലെയാണ്. അപ്പം ഇന്നലെ അത് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 33 ബന്ധുക്കളെയാണ് വിട്ടയക്കുന്നത് പറഞ്ഞത്. അതിൽ 18 പേരെ ഇപ്പോൾ ഓൾറെഡി വിട്ടയച്ച് കഴിഞ്ഞിട്ടുണ്ട്. 583 പാലസ്തീൻ തടവുകാരെയും പകരമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നിടത്തോളം കാലം നിശ്ചയമായിട്ടും ഈ ട്രൂസ് മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന്, നെതന്യാഹു തന്നെ വലതുപക്ഷക്കാരനാണ്, വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ, എക്സ്ട്രീം വലതുപക്ഷമായിട്ട് രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത് നിന്ന് നെതന്യാഹുവിന് വലിയ പ്രഷറുണ്ട് യുദ്ധം പുനരാരംഭിക്കാൻ വേണ്ടി. അപ്പം എപ്പോഴാണെങ്കിലും എന്തുതരം കൺക്ലൂഷനിലെത്തിയാലും ഒരു രാജ്യത്ത് നിശ്ചയമായും ജനങ്ങൾ രണ്ടു തരത്തിൽ സംസാരിക്കും. ഒരു കൂട്ടർ ശരിയെന്ന് പറയും, വേറൊരു കൂട്ടർ തെറ്റെന്ന് പറയും. സ്വാഭാവികമായിട്ടും ബന്ദികൾ ആക്കപ്പെട്ട ആളുകളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒരു ട്രൂസ് മുന്നോട്ട് കൊണ്ടുപോയി ബന്ധുക്കളെ റിലീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഭീകരന്മാരെ അവസാനത്തവനെ വരെ സ്ലെയിം ചെയ്യാതെ ഈ ഒരു ട്രൂസിലേക്ക് പോകരുത് എന്ന് വാദിക്കുന്ന വേറൊരു വലിയ വിഭാഗം കൂടെ ഉണ്ട്. ഇവർക്കൊക്കെ പാർലമെന്റിൽ റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നിച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ടോക്കുകളൊക്കെയാണ് അവിടെ അമേരിക്കയിൽ പ്രധാനമായിട്ട് നടക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് 2022 മുതൽ നെതന്യാഹു ഇവിടെ പ്രധാനമന്ത്രി കസേരയുള്ളെന്ന് ഒരിക്കൽ പോലും നെതന്യാഹു വാഷിങ്ടൺ വിസിറ്റ് ചെയ്തിട്ടില്ല. കാരണം ബൈഡനുമായിട്ടുള്ള മാനസികമായ അകൽച്ചയാണ് അതിന് കാരണം. നേരെ മറിച്ച് ട്രംപ് ഭരണത്തിൽ വന്ന ശേഷം ട്രംപിൻ്റെ ഒന്നാമത്തെ ഗസ്റ്റാണ്, ദ ഫസ്റ്റ് ഗസ്റ്റ് ആണ് നെതന്യാഹു. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ഇരിക്കുന്നത് വലിയ ഹോട്ട് സീറ്റാണ്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ചെറിയൊരു സ്ഥാനമല്ല. ഇസ്രായേലിൻ്റെ വിഷയമൊക്കെ അവരെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമല്ല, ഒരു സൈഡ് ഇഷ്യൂ മാത്രമാണിത്. അവരെ സംബന്ധിച്ച് ഇപ്പം ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ലീഡിങ് ആർട്ടിക്കിളായിട്ട് വന്നുള്ള ട്രേഡ് ഇഷ്യൂസ് ഉണ്ട്. കാനഡയുമായിട്ട്, മെക്സിക്കോയുമായിട്ട്, ചൈനയുമായിട്ടുള്ള ട്രേഡ് ഇഷ്യൂസ് ഉണ്ട്. പനാമ കനാലിൻ്റെ ഇഷ്യൂസ് ഓൾറെഡി ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ട്രംപിൻ്റെ പ്രതിനിധി പ്രധാനമന്ത്രിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഓൾറെഡി പോയി കഴിഞ്ഞു. യുക്രൈൻ യുദ്ധം അവിടെ കിടക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധവും റഷ്യ. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് യുക്രൈനോട് അദ്ദേഹം നാറ്റോ മെമ്പറാണ്, അമേരിക്ക നാറ്റോ മെമ്പറാണ്. അപ്പോൾ യുക്രൈൻ ആയുധം കൊടുക്കില്ല എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ട്രംപിന് കൈയും കഴിയൊക്കെ മാറാൻ പറ്റില്ല. ഇറ്റ്സ് എ കോൺട്രാക്ട്. അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം പോലെ തന്നെ വലിയ പ്രശ്നമാണ്. അപ്പോൾ നേരെ മറിച്ച് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ ചവിട്ടി തേച്ച് കളയാൻ പറ്റില്ല. കാരണം ചൈനയാണ് ലോകത്ത് ഇവോൾവ് ചെയ്തു വരുന്ന വലിയൊരു ശക്തി. ആ വലിയ ശക്തിനെ അതുപോലെ വളർത്തി വിടാതെ ഒരു ഇൻ്ററിം ഫോഴ്സ്, അതിനിടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം ഒരു ബുദ്ധിയുള്ള പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് ട്രംപ് കാണുന്നത് റഷ്യയെ തന്നെയാണ് അതിനിടയിൽ കാണുന്നത്. കാരണം റഷ്യ ചൈനയുടെ കൂടെ നിൽക്കുന്നത് നിവൃത്തികേട് കൊണ്ടാണ്. റഷ്യ അതുപോലെ മെലിഞ്ഞുപോയി. അപ്പോൾ ചൈന അത്രത്തോളം വളരുകയും ചെയ്തു. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് ഒരിക്കലും അവരുടെ ആ ഒരു ഈഗോ, ചൈനയുടെ കീഴിൽ പോയി ഒളിക്കാൻ മാത്രം അവരുടെ ഈഗോ അവരെ അനുവദിക്കുകയില്ല. അപ്പോൾ അവരുടെ ആ ഈഗോ മുഴുവൻ തകർത്ത് കളഞ്ഞ് അവരെ ഒരു തീർത്തും ന്യൂട്രലൈസ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നത് ഒരിക്കലും അമേരിക്കയുടെ യൂറോപ്പിൻ്റെയോ താല്പര്യങ്ങൾക്ക് നല്ലതല്ല. കാരണം ചൈന അതിൻ്റെ മേലെ വളർന്നു വരും. അപ്പോൾ ഇത് ട്രംപിനെ പോലത്തെ ഒരു വളരെ ഷൂഡ് പൊളിറ്റീഷ്യന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ റഷ്യയെ ഒരു യുക്രൈൻ യുദ്ധത്തിൻ്റെ പേരിൽ പരിപൂർണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത് കഴിഞ്ഞാൽ അത് ചൈനയ്ക്ക് വളമായി തീരും. അപ്പോൾ ആ ഒരു ബാലൻസ് അവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് ഈ യുക്രൈൻ വാറിൽ എത്രയും വേഗം ഇത് അവസാനിപ്പിച്ച് റഷ്യയെ അവിടെ ഫോഴ്സായിട്ട് തന്നെ നിർത്തണം. ഫോഴ്സായിട്ട് നിർത്തിയില്ലേ ചൈനയുടെ വലിയ ഇൻവാഷൻ ഉണ്ടാവും. അതിനിടയിലൂടെ ജോർദാൻ്റെ ഭാഗത്തു നിന്ന്, സിറിയയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ ചേഞ്ചസ് കാണാനുണ്ട്. സിറിയൻ പ്രസിഡൻ്റായിട്ടുള്ള അഹമ്മദ് അൽ ജുലാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, നിങ്ങൾക്കറിയാം, വിളിപ്പേര്. അദ്ദേഹം ഇന്ന്
ഇന്നലെ സൗദി അറേബ്യയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സൗദി അറേബ്യയിൽ ലാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിശ്ചയമായും അത് ഇറാന് ഒരു തരത്തിലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇറാൻ്റെ ആ പ്രദേശത്തുള്ള എല്ലാത്തരം കുത്തിത്തിരിപ്പുകൾക്കും സ്ട്രോങ്ങസ്റ്റ് ആയി നിന്നത് സിറിയയാണ്. കാരണം സിറിയ ഇസ് എ സെൻട്രൽ നേഷൻ. അതിനകത്തൂടെയാണ് ഇറാഖിലേക്കും ലെബനനിലേക്കും ഒക്കെ ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇൻക്ലൂഡിങ് ഇസ്രായേലിലേക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സിറിയ ഇറാൻ്റെ പക്ഷത്തു നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇറാൻ അവിടെ നിശ്ചയമായിട്ടും ഷണ്ഡീകരിക്കപ്പെട്ട അവസ്ഥയിലായി പോകും. ഇറാനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ്റെ വലിയ നെഞ്ചിടിപ്പ് അങ്ങേയറ്റം വർദ്ധിപ്പിച്ചുകൊണ്ട് അൽ-ജുലാനി ഇന്നലെ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യ ഷിയ സുന്നി ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒരു തരത്തിലും സൗഹൃദത്തിലല്ല. അപ്പം സിറിയ ആ പക്ഷത്തു നിന്ന് മാറുന്നുള്ള സൂചന. രണ്ടാമത് അഹ്ലം തമീമി എന്ന് പറയുന്ന ഒരു ലേഡി, ഇവർ 2001 പിന്നെ ഇസ്രായേലിലെ ഒരു ഷോപ്പിൽ ബോംബ് വെച്ച് 16 ആളുകളെ കൊന്ന സ്ത്രീയാണ്. ഈ സ്ത്രീയെ 2011 ഗിലാദ് ഷാലിറ്റ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ ഫ്രീ ആക്കാൻ വേണ്ടി ഹമാസുമായിട്ടുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായിട്ട്, ടെററിസ്റ്റുമായിട്ടുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഈ പട്ടാളക്കാരനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി 1000 തടവുകാരെയാണ് റിലീസ് ചെയ്തത്. ആ 1000 തടവുകാരെ റിലീസ് ചെയ്ത കൂട്ടത്തിൽ ഈ അഹ്ലം തമീബി എന്ന് പറയുന്ന 16 പേരെ കൊന്ന 2001 ബോംബ് വെച്ച് കൊന്ന ഈ ലേഡിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലേഡി അന്ന് വളരെ പെട്ടെന്ന് റിലീസ് ചെയ്ത വഴിക്ക് ഒറ്റ ഓട്ടത്തിൽ അവർ പിന്നെ ജോർദാനിൽ പോയിട്ട് അഭയം പ്രാപിച്ചു. അങ്ങനെ ജോർദാനിൽ അവർ സേഫായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ അമേരിക്ക ഈ മരിച്ചവരുടെ കൂട്ടത്തിൽ മാൽക്കി റോത്ത് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ലേഡി ഉണ്ടായിരുന്നു. ഈ അമേരിക്കൻ ലേഡിയുടെ പിന്നെ അവരുടെ റിലേറ്റീവ്സ് അമേരിക്ക കേസ് കൊടുത്തു ഈ ലേഡിക്ക്, ഈ പറയുന്ന അഹ്ലം തമീമിക്കെതിരായിട്ട്. അങ്ങനെ 2017 അമേരിക്ക ജോർദാനോട് ഇയാളെ എക്സ്ട്രഡിക്റ്റ് ചെയ്ത്, ഈ ലേഡിയെ എക്സ്ട്രഡിക്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു. പക്ഷേ ജോർദാൻ അന്ന് സമ്മതിച്ചില്ല, ഈ കാലം അത്രയും സമ്മതിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായിട്ട് ജോർദാൻ അമേരിക്ക അറിയിച്ചു ഇവരെ കൈമാറ്റം ചെയ്യാൻ തയ്യാറാണ്. ട്രംപ് എന്ന് പറയുന്ന ആൾ സീറ്റിലിരിക്കുന്നതിൻ്റെ ഇഫക്റ്റാണ് കാണുന്നത്. അപ്പോൾ ജോർദാനൊക്കെ ഇനി അവിടെ പോയിട്ട് പിന്നെ പലസ്തീനികളെ താമസിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ളൊരു സൂചനയാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കാണുന്നത്. ഈ ലേഡിയെ കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിട്ടുള്ളതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ മീറ്റിംഗ് ലോകം വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു മീറ്റിംഗാണ്. ഇതിൻ്റെ കൺക്ലൂഷൻസ് എന്താണെന്നുള്ളത് ഉടനെ തന്നെ പുറത്തു വരികയും ചെയ്യും.